യെസ് ഷിജു, അങ്ങനെ നിയമസഭാ സമ്മേളനം തുടരുമ്പോൾ തലസ്ഥാനത്ത് വാർത്തകൾക്ക് പഞ്ഞമുണ്ടാവില്ല എന്നറിയാം. കാരണം അതുമായി ബന്ധപ്പെട്ട് തന്നെ ധാരാളം വാർത്തകൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നലെയൊക്കെ നമ്മൾ കണ്ടതാണ്, അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നു. ഇന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ എത്തുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. മാത്രമല്ല പ്രതിപക്ഷത്തെ 2 MLA-മാരുടെ സത്യഗ്രഹ സമരം തുടരുന്നുണ്ട്. ഒപ്പം തന്നെ കേരളം ഈ അടുത്തായി ഒരുപാട് ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഇന്നിപ്പോൾ അടിയന്തര പ്രമേയമായി ഉന്നയിക്കാനിരിക്കുന്നതും. സ്വാഭാവികമായിട്ടും ആരോഗ്യ രംഗത്തെ വീഴ്ച ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം നേരത്തെ തന്നെ രംഗത്ത് വന്നതാണ്. അപ്പോൾ ആ വാദങ്ങളൊക്കെ ഇന്ന് സഭയിൽ ആവർത്തിക്കുമ്പോൾ സഭ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരുപക്ഷെ അടിയന്തര പ്രമേയ അവതരണാനുമതി ലഭിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ട. കാരണം ഈ സർക്കാർ ഒരുപാട് അടിയന്തര പ്രമേയങ്ങൾക്ക് അനുമതി നൽകിയിട്ടുള്ളതെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് സഭ കേന്ദ്രീകരിച്ചുണ്ടാകുന്ന പ്രധാന സംഭവ വികാസങ്ങൾ എന്നാണ് ഷിജോ കരുതുന്നത്? ജിൽസി, ഇന്നിപ്പോൾ അടിയന്തര പ്രമേയത്തിന് സർക്കാർ അനുമതി കൊടുത്താൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് ജിൽസി പറഞ്ഞ വാചകം ശരിയാണ്. കാരണം നിലവിൽ ഏതാണ്ട് 14 അടിയന്തര പ്രമേയം ഇതുവരെ ഈ സർക്കാരിന്റെ കാലത്ത് അടിയന്തര പ്രമേയമായിട്ട് നിയമസഭയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാം എന്നുള്ള നിലപാട് പല വിഷയത്തിലും സംസ്ഥാന സർക്കാർ അത് എടുക്കുകയും അത് ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം ഇറങ്ങിപ്പോകുന്നതാണ് നമ്മൾ കഴിഞ്ഞ അടിയന്തര പ്രമേയങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളത്. എന്തായാലും ഇന്നലെ സഭ പ്രക്ഷുബ്ധമായതുപോലെ തന്നെ ഇന്നും അതേ രീതിയിൽ തന്നെയുള്ള സംഭവ വികാസങ്ങൾ തന്നെയായിരിക്കും സഭയ്ക്കുള്ളിൽ നിന്ന് പുറത്തു വരിക. കാരണം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേരളത്തിൽ വലിയ ആശങ്കയായിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് അമീബിക് മസ്തിഷ്ക കേസുകളാണ്. അമീബിക് മെനഞ്ചോഎൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന രോഗം വലിയ തരത്തിൽ ആളുകളെ ആശങ്കയിലേക്ക് കൊണ്ട് തള്ളിവിടുന്നുണ്ട്. കാരണം ഇത് എങ്ങനെയാണിത് വരുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചുകൊണ്ട് ആരോഗ്യ വകുപ്പിന് പോലും ഇപ്പോഴും ഒരു കൃത്യമായിട്ടുള്ള ഉത്തരം നൽകാൻ കഴിയുന്നില്ല. ഇതിന്റെ ഉറവിടം സംബന്ധിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള ആശങ്കകൾ നിലനിൽക്കുകയാണ്. അപ്പോൾ ഈ അമീബിക് മസ്തിഷ്കജ്വര മരണവും അതുപോലെ തന്നെ രോഗികളും കൂടുന്ന വിഷയം അടിയന്തര പ്രമേയമായിട്ട് നിയമസഭയിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അത് സംബന്ധിച്ചുകൊണ്ട് ഇന്ന് 10 മണിയോടുകൂടി സ്പീക്കർക്ക് പ്രതിപക്ഷം കത്ത് കൊടുക്കുകയും ചെയ്യും. അതിനകത്ത് ഈ അമീബിക് മസ്തിഷ്കജ്വര കേസുകൾ കൂടുന്നു, അതുപോലെ തന്നെ മരണങ്ങൾ സംഭവിക്കുന്നു, അത് ആരോഗ്യവകുപ്പിന്റെ പൂർണ്ണമായിട്ടുള്ള വീഴ്ചയാണ് എന്നുള്ള ആരോപണം പ്രതിപക്ഷം ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആരോപിച്ചിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച മീഡിയ വൺ അടക്കം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ലൈവത്തോൺ സംഘടിപ്പിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമെന്ന മീഡിയ വണ്ണിനോട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാണ്. ആ വിഷയമാണ് ഇന്നിപ്പോൾ നിയമസഭയിൽ അടിയന്തര പ്രമേയമായിട്ട് വരികയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അതിനകത്ത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വലിയ തരത്തിൽ വീഴ്ചകൾ ഉണ്ടാവുന്നുണ്ട് എന്നുകൂടി പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. കാരണം സർക്കാർ ഇതിനെ കൃത്യമായിട്ട് പ്രതിരോധിക്കാൻ വേണ്ട മാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നില്ല. കാരണം ഇതിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിയുന്നില്ല, രോഗികൾക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ നൽകുന്നില്ല, അങ്ങനെ തുടങ്ങി നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള മറുപടി ആരോഗ്യവകുപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട്. കാരണം അമീബയും ഫംഗസും ഒരുപോലെ തലച്ചോറിനെ ബാധിച്ച ഒരു യുവാവ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന കാര്യമൊക്കെ ആരോഗ്യവകുപ്പിന് നേട്ടങ്ങളായിട്ട് പറയും, മെഡിക്കൽ കോളേജിന് നേട്ടങ്ങളായിട്ട് പറയും. അങ്ങനെ ആരോഗ്യവകുപ്പ് അവരുടെ നേട്ടങ്ങൾ പറയുമ്പോൾ, സർക്കാർ നേട്ടങ്ങൾ പറയുമ്പോൾ ആരോഗ്യവകുപ്പിനെയും സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കാനുള്ള നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ അടിയന്തര പ്രമേയ സമയത്ത് പ്രതിപക്ഷം ഉന്നയിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും അമീബിക് മസ്തിഷ്കജ്വരം സംസ്ഥാനത്ത് നിലവിൽ ഏതാണ്ട് 71 പേർക്ക് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമായ വിവരം. കാരണം ആരോഗ്യവകുപ്പിന്റെ വെബ്സൈറ്റിൽ 69 മാത്രമാണ് ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ 2 പേർ കൂടി സ്ഥിരീകരിച്ചതോടെ 71 പേർ നിലവിൽ ഇതുവരെ ഈ വർഷം അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 19 മരണങ്ങളാണ് സംസ്ഥാനത്ത് ഇതുവരെ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിൽ 9 മരണവും ഈ മാസമാണ്. ഈ മാസം ഇതുവരെ ഏതാണ്ട് 24 പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ആരോഗ്യവകുപ്പിൽ നിന്ന് ലഭിക്കുന്നത്. ഈ വിഷയം ഇന്നിപ്പോൾ അടിയന്തര പ്രമേയമായിട്ട് നിയമസഭയിൽ പ്രതിപക്ഷം കൊണ്ടുവരികയും ചെയ്യും. അതിനും അപ്പുറത്തേക്ക്, അടിയന്തര പ്രമേയത്തിനപ്പുറത്തേക്ക് ഈ പറയുന്ന പോലെ ആഗോള അയ്യപ്പ സംഗമം, അതുപോലെ തന്നെ ഈ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റുള്ള മരണങ്ങൾ, നമുക്കറിയാം വിദ്യാർത്ഥികളടക്കം ഈ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് മരിക്കാനിടയായ സംഭവങ്ങൾ ഈ അടുത്ത കാലത്തുണ്ടായതാണ്. അതുമാത്രവുമല്ല ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴും വലിയ പ്രത്യാരോപണങ്ങൾ പ്രതിപക്ഷത്തിന്റെയും BJPയുടെയും ഭാഗത്തു നിന്ന് സർക്കാർ നേർക്ക് വരുന്നു. അപ്പോൾ ആ വിഷയങ്ങളൊക്കെ ഇന്നിപ്പോൾ നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ ഉയർന്നു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ലോക്കപ്പ് മർദ്ദനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം ഇന്നലെ അടിയന്തര പ്രമേയം നിയമസഭയിൽ അവതരിപ്പിച്ചിരുന്നു. അതേ തുടർന്നുകൊണ്ട് ഇപ്പോൾ 2 MLA-മാർ നിയമസഭയ്ക്കുള്ളിൽ അനിശ്ചിതകാല സത്യഗ്രഹ സമരം തുടരുകയാണ്. AKM അഷറഫും അതുപോലെ തന്നെ സനീഷ് കുമാർ ജോസഫുമാണ് സത്യഗ്രഹ സമരം തുടരുന്നത്. അതിപ്പോൾ ഇന്നും തുടരും. എന്തായാലും അതിനകത്ത് ഈ പോലീസുകാർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കണം, സർവീസിൽ നിന്ന് പിരിച്ചുവിടണം അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. അവരുടെ ആ 2 MLA-മാരുടെ സത്യഗ്രഹ സമരം തുടരും. ഇന്നലെ KPC പ്രസിഡന്റും രാത്രി വൈകിയും അതുപോലെ തന്നെ UDF കൺവീനർ അടൂർ പ്രകാശും അടക്കമുള്ളവർ നിയമസഭയിലെത്തി സത്യഗ്രഹം ചെയ്യുന്ന MLA-മാരെ നേരിൽ കണ്ടിരുന്നു. അതൊക്കെയാണ് നിയമസഭയിൽ നൽകാൻ കഴിയുന്ന ഇന്നലത്തെ സംഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ബില്ല്, അതുപോലെ തന്നെ കയർ തൊഴിലാളി ക്ഷേമനിധി ബില്ല്, ഈ ബില്ലുകൾ കൂടി നിയമസഭയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. എന്തായാലും ഇതിനും അപ്പുറത്തെ ഒരു ആകാംക്ഷയുള്ള കാര്യം, കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ നിയമസഭയിൽ എത്തിയിരുന്നില്ല. ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വരുമോ എന്നുള്ള ആകാംക്ഷയുണ്ട്. വരാനുള്ള സാധ്യത തുലവും തുച്ഛമാണ്. വരില്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായ വിവരം. വന്നാൽ ഇന്നലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും ഒക്കെ കുത്തി ഭരണപക്ഷത്തുള്ള മന്ത്രിമാരും MLA-മാരും ഒക്കെ പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചിരുന്നു. അപ്പോൾ നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ ഇന്നലത്തെ ബാക്കിയായിട്ടുള്ള തുടർച്ചകൾ, വലിയ തരത്തിലുള്ള പ്രത്യാരോപണങ്ങൾ നിയമസഭയിൽ ഉണ്ടാവും. അതിനെ കൂടി
കൂടി പ്രതിപക്ഷത്തിനെ പിന്തുണയ്ക്കേണ്ടതായിട്ട് വരും. അങ്ങനെ എന്തായാലും നിയമസഭ കൂടുതൽ പ്രക്ഷുബ്ധമാകാനുള്ള ഒരു സാധ്യത തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ജിൽസി.